ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാൻ CPIM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തേക്കും. വിവാദത്തിൽ EP ജയരാജനോടോ ദേശാഭിമാനി ലേഖകനോടോ വിശദീകരണം തേടിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഉലഞ്ഞു പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ പാർട്ടിയെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. വിവാദ ഭാഗങ്ങൾ പുറത്തുവന്നില്ലായിരുന്നുവെങ്കിൽ ഇതേ ഉള്ളടക്കത്തോടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നോ? വിവാദ ഉള്ളടക്കം തയ്യാറാക്കിയതാര്? തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ചോർന്നത് എങ്ങനെ? ഇക്കാര്യങ്ങൾ CPIM പരിശോധിക്കുന്നുണ്ട്. ഉപതിരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. EP ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറിപ്പുകൾ തയ്യാറാക്കാൻ EP സഹായം തേടിയ ദേശാഭിമാനി ലേഖകനോടും CPIM വിശദീകരണം ചോദിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ജയരാജൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയരാജൻ അവിടെ വിശദീകരിക്കും. ഇല്ല, എന്തിനും വിശദീകരണം ചോദിക്കേണ്ട കാര്യം CPM ചോദിച്ചിട്ടില്ല. ആത്മകഥാ കുറിപ്പുകൾ തയ്യാറാക്കിയതിൽ പാർട്ടി വിശദീകരണം തേടിയെന്ന വാർത്ത ദേശാഭിമാനി ലേഖകൻ M രഘുനാഥും നിഷേധിച്ചു. എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന വിവാദ സാധനം ഞാൻ കണ്ടിട്ടില്ല. വിവാദങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് EP ജയരാജൻ DGPക്ക് നൽകിയ പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന് കൈമാറി. അതേസമയം വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് DC ബുക്സും തയ്യാറായിട്ടില്ല. 24 കണ്ണൂർ.